അങ്ങനെ അവിടെ കരിങ്കല്ല് പോയിട്ട് വലുതൊക്കെ മാറ്റിയിട്ടിട്ട് ചെറുതെടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണേ ഉപയോഗിക്കട്ടെ. അടുത്ത കുയ്യി ഇപ്പോൾ ഒരു അടക്കാൻ നിൽക്കണം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് പണിയെടുക്കാൻ നേരം ഉണ്ടാവില്ല, കുയ്യി അടക്കാൻ നേരം ഉണ്ടാവുള്ളൂ. കണ്ടാ അടുത്ത കുയ്യി ഇത് അടക്കണിട്ടാണ്. KSRTC വരുമ്പോൾ വലിയ പ്രയാസമാണ്. ഏറ്റവും കൂടുതൽ KSRTC യാത്ര ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ. പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ഗവൺമെൻറ്റിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവുള്ള നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധി. ചെയ്യുക അതാണ്. പക്ഷെ കാറ്റടിക്കണോണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് ഉമ്മർ അലി. കാക്ക അബ്ദുൽ ഗഫൂർ. എന്താ ജോലി? കട തുറക്കാൻ വന്ന മക്കളെ റാത്തല്ലേ. നമ്മളിങ്ങനെ പൊന്നാനികളെ യാത്ര ചെയ്താ വണ്ടി പെട്ടെന്ന് അവിടെ സൈഡാക്കി. ഇവിടെ ഇങ്ങനെ രണ്ടാൾക്കാർ മറ്റേ ടാറ് ഇത് അടക്കുന്നുണ്ട്. എന്ത് റോട്ടുമ്മൽ ടാർ അടക്കുന്നുണ്ട്. ഇവിടെ ഒരു കാക്ക കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റാത്തല്ലേ ഇവിടെ സ്ഥലം. ആ കച്ചവടത്തിൻ്റെ ചെറിയ പരിപാടി ഇങ്ങനെ ഉണ്ട്. ഓക്കെ, എന്താ ഇപ്പോൾ ഇത് കത്തിച്ചാണ്ടാണ് ടാർ ചെയ്യണല്ലേ? വണ്ടി വരുമ്പോ കരിങ്കല്ല് തെറിച്ചു പോവല്ലേ, അപ്പൊ അതിനൊരു ഐഡിയ ടാർ അവിടുന്ന് വളക്കി കൊടുത്താണ്. അല്ല, ഇത് എന്തുകൊണ്ട് അങ്ങനെ കരിങ്കല്ല് ഇടാൻ കാരണം? ബൈക്കേര് വീണ് അവരറിയണില്ല, വെള്ളം നിൽക്കുകയാണ്. അപ്പൊ ബൈക്ക് വന്നിട്ട് ഇതിൽ ചാടുകയാണ്, ആണ്ട് വീഴുകയാണ്. അത് വേറെ വല്ല വണ്ടിന്റെ ഉള്ളിലേക്കൊക്കെ ആയിരിക്കും പോവാ. ഞങ്ങൾ കുറെ കല്ലിട്ടിട്ടും മണ്ണിട്ടിട്ടും പിന്നെ അവിടെ അപ്പുറം ഒരു കുഴിയുണ്ട്, അവിടെ കോൺക്രീറ്റ് ചെയ്തൊക്കെ ചെയ്തു. നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ട് ഇപ്പോഴത്തെ കാലത്ത് കാര്യമില്ല. കാരണം വെച്ചാൽ ഒന്നാമത് മഴയാണ്, പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ഗവൺമെന്റിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവുള്ള നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധി. ചെയ്യുക അതാണ്. പക്ഷെ കാറ്റടിക്കണോണ്ട് നല്ലോണം എന്തുണ്ട് പ്രയാസം വരുന്നുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് ടാർ ഒരുക്കിയിട്ട് അടിയിൽ കരിങ്കല്ലിട്ട്. നിങ്ങളെവിടെ സ്ഥലം എവിടാ? നിങ്ങളോ? അടുത്ത് ഇപ്പോൾ ചെമ്പറാട്ടം പാലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് അല്ലേ? ആ കാണുന്നതാണ് ചെമ്പറാട്ടം പാലം. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തുള്ള ഓരോ പണിയാട്ടോ. പാവമാണ്, നല്ല റിസ്ക് എടുത്തിട്ടാണ് അവർ ചെയ്യണത്. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ നമ്മൾ സാധാരണ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ കണ്ടില്ല, വാഹനങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് വാഹനങ്ങൾ വരുന്ന സ്ഥലമായിട്ടാണ്. പക്ഷേ എങ്കിലും അത് ഇവിടെ ഉള്ള കച്ചവട ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് ഉമ്മർ അലി. കാക്ക അബ്ദുൽ ഗഫൂർ. എന്താ ജോലി? ഞാനിവിടെ കച്ചവടം, കട തുറക്കാൻ വന്നാണ്. അപ്പൊ എന്നിപ്പോ ഇത് കാണാനാണ്. എന്നും കാണും, എന്നും ഇങ്ങനെ വിചാരിക്കും. അപ്പൊ കൊറേ ചെയ്തിക്കണേ, പിന്നെ അപ്പൊ ഞങ്ങൾ എന്തോ ഇതിന്റെ അടി കല്ല് വെച്ചിട്ടേ ഇവിടെ തന്നെ കച്ചവടം അല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്, തട്ടുകടയും പല കച്ചവടങ്ങളും. അപ്പോൾ അവരെ നന്മ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ അവർക്ക് പോലും മനസ്സിലെന്താണ് മറ്റുള്ളവർ വീയരുത്. അവർക്കിപ്പോൾ അവരെ ചുറ്റുവട്ടം കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ അവർ കത്തിച്ചിട്ട് ചൂടാക്കിയിട്ട് ഒരുക്കിയിട്ടാണ് ഇത്തരം ഞമ്മക്കും മക്കളുണ്ട്. അയവാ നമ്മളെ മുമ്പ് ഞാൻ എൻ്റെ നാട്ടിൽ ഇന്നലെ ഇപ്പോൾ റോഡൊക്കെ കോൺക്രീറ്റ് ഇടക്കിടക്ക് എന്തെങ്കിലും നമ്മൾ കോൺട്രാക്ടറാണ്. ഇത് മെയിനായിട്ട് ഇവിടെ യാത്രക്കാർ, അറിയാത്ത യാത്രക്കാരാണ് കൂടുതൽ. അപ്പോൾ എന്നും ഇത് സംഭവം ഭയങ്കര അപകടമാണ്. പറഞ്ഞിട്ട് കാര്യം ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ അങ്ങനെ ഒരു വിഷയങ്ങളുണ്ടേ. കാണുന്നവരെന്ത് ചെയ്യും, അതേമാതിരി വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കോൺക്രീറ്റ് ചെയ്താണ് ആ ഉയ്യൊക്കെ തൂർത്തതാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നന്നായി വരട്ടെ, നല്ലത് വരട്ടെ ഇൻഷാ അല്ലാഹ്. പോട്ടെ. അപ്പോൾ കണ്ട ഇവർ താൽക്കാലികമായിട്ട് കരിങ്കല്ല് എന്ത് ചെയ്യണറിയോ, അങ്ങനെ ഇട്ട് ഉപയോഗിക്കട്ടെ. അടുത്ത കുയ്യി ഇപ്പോൾ ഒരു അടക്കാൻ നിൽക്കണം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് പണിയെടുക്കാൻ നേരം ഉണ്ടാവില്ല, കുയ്യി അടക്കാൻ നേരം ഉണ്ടാവുള്ളൂ. കണ്ടാ അടുത്ത കുയ്യി ഇത് അടക്കണിട്ടാണ്. KSRTC വരുമ്പോൾ വലിയ പ്രയാസമാണ്. ഏറ്റവും കൂടുതൽ KSRTC യാത്ര ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ. ഇപ്പോൾ കണ്ട കുയ്യാളനെ ഉണ്ടല്ലോ, 1, അതേപോലെ 2 ഇതുണ്ടാ. ഇതൊക്കെ പ്രയാസമുള്ള കുയ്യാളാണ്. അവർ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്താണ് കരിങ്കല്ല് പെറുക്കി കൊടുത്തിട്ട് ഇത് അടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രധാന ഭാഗമാണിത്. ഇതെന്ന് പറഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ, ഇവിടെ വൈകിട്ടായാലും എത്ര പോലെ ആളുകൾ വരുന്ന ഭാഗമാണ് അറിയാം. അപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് ഒരിക്കലും നടിക്കരുത് ആരും. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, ഇത് ഏറ്റവും കൂടുതൽ KSRTC പോണ ഭാഗമാണ് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ KSRTC നമ്മൾ തന്നെ നശിപ്പിക്കരുത്. അങ്ങനെ അവിടെ കരിങ്കല്ല് പോയിട്ട് വലുതൊക്കെ മാറ്റിയിട്ടിട്ട് ചെറുതെടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണേ ഇതിൽ നടക്കുകണ്ട. ഒന്ന് ആലോചിച്ചോക്കണം അവരുടെ അവസ്ഥ. നമ്മളെ നാട്ടിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും കൂടിയിട്ട് അവർ നിന്നിട്ട് ടാർ ഓടുന്നോ പെറുക്കി കുറച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലിട്ട് കൊടുക്കുകയാണ് അവർ. വണ്ടി നല്ല ശ്രദ്ധിക്കൊണ്ടിട്ട്, വാഹനങ്ങൾ നല്ലോണം ശ്രദ്ധിക്കൊണ്ട്.